الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. നമ്മൾ നമസ്കാരത്തിൻ്റെ ഷുറൂത്തുകളെക്കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്. നമസ്കാരത്തിൻ്റെ ഷുറൂത്തുകളിൽ സമയം പ്രവേശിക്കുക എന്നുള്ള ഷർത്തിനെക്കുറിച്ചും, അതേപോലെ രണ്ടാമത്തേത് ഔറത്ത് മറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, മൂന്നാമത്തേത് നജസുകളെ മാറ്റിവെക്കുക, വെടിയുക. ഇങ്ങനെ 3 ഷർത്തുകളെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസുകളിലായിട്ട് സംസാരിച്ചത്. ഇനി 4ാമത്തെ ഷർത്താണ് നമസ്കാരം ശരിയാകണമെങ്കിലുള്ള നിബന്ധനകളിൽ 4ാമത്തേത്. അഷർത്തുർ റാബിഉ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടുക എന്നുള്ളതാണ്. നമസ്കാരം സ്വഹീഹാകണമെങ്കിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിബന്ധനയാണ് ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് നമസ്കരിക്കണം. വമിൻ ഷുറൂത്തി സ്വലാത്തി ഇസ്തിഖ്ബാലുൽ ഖിബ്ല, നമസ്കാരത്തിന്റെ ഷുറൂത്തുകളിൽപ്പെട്ടതാണ് ഖിബ്ലക്ക് മുന്നിടുക എന്നുള്ളത്. വഹിയൽ കഅബത്തുൽ മുശറഫ, പരിശുദ്ധ കഅബയാണ് ഖിബ്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖിബ്ല പരിശുദ്ധ കഅബയാണ്. സുമ്മിയത്ത് ഖിബ്ലതൻ ലിഇഖ്ബാലിൻ നാസി അലൈഹ, അതിന് ഖിബ്ല എന്ന് പറയുന്നത് ജനങ്ങൾ അതിലേക്ക് അഭിമുഖീകരിക്കുന്നു എന്നുള്ള കാരണത്താലാണ്. അഭിമുഖീകരിക്കുന്ന ദിശ, അതിനാണ് ഖിബ്ല എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ അവിടേക്ക് അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് ഖിബ്ല എന്ന് പറയുന്നത്. വലി അന്നൽ മുസല്ലി യുഖാബിലുഹ, കാരണം നമസ്കരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? അതിന് നേരെ തിരിയുന്നു. അത് മരണശേഷമാണെങ്കിലും ഒരു വിശ്വാസിയെ എന്ത് ചെയ്യുന്നു? ഖിബ്ലയിലേക്കാണ് തിരിച്ചു കിടത്തുക. അല്ലാഹു തആല പറഞ്ഞു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹക്കും ശത്റ, താങ്കളുടെ മുഖം മസ്ജിദുൽ ഹറാമിന് നേർക്ക് താങ്കൾ തിരിച്ചുകൊള്ളുക. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖങ്ങൾ അതിന് നേരെ തിരിക്കുക എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അപ്പോൾ ഇത് ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട ആയത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഇസ്ലാമിന്റെ തുടക്കകാലത്ത് മസ്ജിദുൽ അഖ്സയെ അഭിമുഖീകരിച്ചുകൊണ്ടായിരുന്നു നമസ്കാരം നിർവഹിച്ചിരുന്നത്. അതിനുശേഷം മദീനയിലേക്ക് ഹിജറ വന്നു. ഹിജറയ്ക്ക് ശേഷം ഏതാണ്ട് 16 അല്ലെങ്കിൽ 17 മാസത്തോളം ഇപ്രകാരം തന്നെയാണ് നിർവഹിച്ചിരുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന ആയത്തിലൂടെ ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക എന്നുള്ളത് നബിയുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട ആയത്തിറക്കി കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കാനുള്ള കൽപ്പന വന്നു. ഫമൻ ഖറുബ മിനൽ കഅബ, മുസന്നിഫ് ഹഫിളഹുല്ലാഹ് പറയാണ്, കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുമ്പോൾ ചില മര്യാദകളാണ്, എങ്ങനെയാണ് പാലിക്കേണ്ടത്. ഫമൻ ഖറുബ മിനൽ കഅബ, ഒരാൾ കഅബക്ക് അടുത്ത് നിന്ന് നമസ്കരിക്കുന്നയാളാണ്. എന്നാൽ മാത്രമല്ല വക്കാന യറാഹ, അദ്ദേഹത്തിന് കഅബയെ കാണുകയും ചെയ്യാം. എന്നാൽ വജബ അലൈഹി ഇസ്തിഖ്ബാലു നഫ്സിൽ കഅബതി ബിജമീഇ ബദനിഹി, എന്നാൽ കഅബയുടെ നേരെ, അതിന്റെ തടിക്ക് നേരെ തിരിയുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമാണ്. ബിജമീഇ ബദനിഹി, അവന്റെ ശരീരം മുഴുവനും എന്തായിരിക്കണം? കഅബയുടെ നേരെ അഭിമുഖീകരിച്ചുകൊണ്ട് നമസ്കരിക്കലാണ് അവന്റെ മേൽ നിർബന്ധമായ കാര്യം. ലിഅന്നഹു ഖാദിറുൻ അല തവജ്ജുഹി ഇലാ ഐനിഹാ ഖത്അൻ, കാരണം അവന് അതിന്റെ ഐനിലേക്ക്, കഅബയുടെ തടിയിലേക്ക് തന്നെ പൂർണ്ണമായും തിരിയുക എന്നുള്ളത് സാധ്യമായവനാണ്. അതിനവൻ ഖാദിറാണ്, കഴിവുള്ളവനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന്റെ നേരെ തന്നെ പൂർണ്ണമായും ശരീരം തിരിക്കണം. ഫലം യജൂസ് ലഹുൽ ഉദൂലു അൻഹ, അതിനെ തൊട്ട് തിരിഞ്ഞ് നമസ്കരിക്കുക എന്നുള്ളത് അവൻക്ക് അനുവദനീയമേ അല്ല. കഅബയുടെ മുന്നിൽ അതിനെ കാണുന്നവനായ നിലയിൽ നമസ്കരിക്കുന്നവന് വേറൊരു ദിശയിലേക്ക് തിരിയുക എന്നുള്ളതല്ല, പാടില്ല.
എന്നാൽ വമൻ കാന ഖരീബം മിൻഹ ലാകിൻ ലാ യറാഹ, ഇനി ഒരാൾ കഅബക്കരികിൽ തന്നെയാണ്, അതിന് പരിസരത്താണ്, പക്ഷേ അവനതിനെ കാണുന്നില്ല. ലിവുജൂദി ഹായിലിൻ ബൈനഹു വബൈനഹ, കഅബയുടെയും അവന്റെയും ഇടയിൽ ഒരു മറയുണ്ട് എന്നുള്ള കാരണത്താൽ നേരിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇജ്തഹദ ഫീ ഇസ്വാബത്തിഹ, അവൻ എന്ത് ചെയ്യണം, അതിന് നേരെ കൃത്യമായി തിരിഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്, അത് ശരിയാകാൻ വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കണം. വത്തവജ്ജുഹു ഇലൈഹ മഅംകനഹു, കഴിവിന്റെ പരമാവധി അവൻ എന്ത് ചെയ്യണം, അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കൽ അനിവാര്യമാണ്. ഇനി വമൻ കാന ബഈദൻ അനിൽ കഅബ, ഇനി ഒരാൾ കഅബയിൽ നിന്ന് വളരെ വിദൂരത്താണ്. ഫി അയ്യി ജിഹത്തിൻ മിൻ ജിഹാത്തിൽ അർദി, അത് ഭൂമിയുടെ ഏത് ദിക്കിലാകട്ടെ. ഫഇന്നഹു യസ്തഖ്ബിലു ഫീ സ്വലാത്തിഹി അൽ ജിഹത അല്ലതി ഫീഹൽ കഅബ, അപ്പോൾ അവൻ നമസ്കാരത്തിൽ തിരിഞ്ഞ് നമസ്കരിക്കേണ്ടത് കഅബ ഏത് ദിക്കിലാണോ, ഏത് ദിശയിലാണോ ആ ദിശയിലേക്കാണ് അവൻ എന്ത് ചെയ്യേണ്ടത്, തിരിഞ്ഞ് നമസ്കരിക്കേണ്ടത്. വലാ യദുറു തയാമുനു വലത്തയാസുറു അൽ യസീറാൻ, കുറച്ച് വലതോ കുറച്ച് ഇടതോ തെറ്റിയത് കൊണ്ട് എന്തില്ല, ഒരു കുഴപ്പവുമില്ല. കഅബയുടെ നേരെ ആ ഐനിലേക്ക്, തടിയിലേക്ക് തന്നെ തിരിയണം എന്നെന്തില്ല, നിർബന്ധമില്ല. കഅബ നിലകൊള്ളുന്ന ദിശ ഏതാണോ ആ ദിശയിലേക്ക് എന്ത് ചെയ്താൽ മതി, തിരിയുക എന്നുള്ളത് മതിയാകും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ ഹദീസിൽ ഈ വിഷയത്തിൽ എന്തുണ്ട്, ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ലത്തുൻ, സ്വഹഹഹു അത്തിർമിദി. മദീനയിൽ വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മശ്രിഖിനും മഗ്രിബിനും, അതായത് കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലാണ് നിങ്ങളുടെ ഖിബ്ല എന്ന്. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലാണെന്ത്, കഅബയുള്ളത് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്, ഇവ രണ്ടിന്റെയും ഇടയിലൂടെ എന്ത് ചെയ്താൽ മതി, അതിലേക്ക് തിരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. വറുവിയ അൻ ഗൈരി വാഹിദിൻ മിന സ്വഹാബ, സ്വഹാബത്തിൽ നിന്ന് ഒന്നിലധികം ആളുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത്, ആ ദിക്കിലേക്ക് തിരിഞ്ഞാൽ മതി. ഇപ്പൊ അവിടെ കൃത്യമായി കഅബ ഏതാണെന്ന് കണ്ടെത്തി അതിലേക്ക് തന്നെ തിരിയണമെന്ന് എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലായിട്ടാണെന്ത് ഖിബ്ലയുള്ളത്, അതുകൊണ്ട് അവിടേക്ക് തിരിഞ്ഞാൽ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഹാദ ബിൻ നിസ്ബത്തി ലി അഹ്ലിൽ മദീന, അപ്പൊ ഇങ്ങനെ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിൽ എന്നുള്ള മദീനക്കാരെ സംബന്ധിച്ചിടത്തോളാണ്. വമാ വാഫഖ ഖിബ്ലതഹ മിമ്മാ സാമതഹ, അതേപോലെ തന്നെ അതിന് അവർക്ക് അതേ നേർദിശയിൽ വരുന്ന മറ്റാളുകൾക്കും, ആ ഭാഗത്തുള്ള മറ്റുള്ള ആളുകൾക്കും, മദീനക്കാർക്ക് അപ്പുറത്ത് അതേ ദിക്കിൽ വരുന്ന ആളുകൾക്കും എന്താണ് ഈ പറയുന്നത്, കിഴക്കിനും പടിഞ്ഞാറിനുമാണ്. വലിസാഇനിൽ ബുൽദാനി മിസ്ലു ദാലിക്, മറ്റുള്ള നാട്ടുകാർക്കും ഇപ്രകാരം തന്നെയാണ്. ഫല്ലദീ ഫിൽ മശ്രിഖ്, അപ്പോൾ ഒരാൾ അവന്റെ നാട് എന്താണ്, മശ്രിഖ് കിഴക്കൻ ഭാഗങ്ങളിലാണ്, എന്നാൽ മസലൻ ഉദാഹരണത്തിന് തക്കൂനു ഖിബ്ലതു ബൈനൽ ജനൂബി വശ്ശിമാൽ, അപ്പോ തെക്കിനും വടക്കിനും ഇടയിലായിട്ടായിരിക്കും എന്ത്, അവരുടെ ഖിബ്ല. വല്ലദീ ഫിൽ മഗ്രിബി കദാലിക, പ്രകാരം തന്നെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ആളുകൾക്കും എന്താണ് ഇപ്രകാരം. അപ്പൊ ഏത് ദിക്കിലുള്ള ആളുകളായിരിക്കും, എവിടെയാണോ കഅബ നിലകൊള്ളുന്ന ദിശ, ആ ദിശ ഏതാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, അവിടേക്ക് തിരിയുക എന്നുള്ളത് മതിയാകും. ഫലാ തസിഹു സ്വലാത്തു ബിദൂനി ഇസ്തിഖ്ബാലിൽ ഖിബ്ല, ഖിബ്ലക്ക് തിരിയാതെ നമസ്കരിച്ചാൽ നമസ്കാരം എന്താവില്ല, സ്വഹീഹാവുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലയുടെ കൽപ്പനയുണ്ട്, വഹൈസു മാ കുൻതും ഫവല്ലു വുജൂഹകും ഷത്റ, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖങ്ങൾ എവിടേക്ക് തിരിക്കണം, കഅബയുടെ ഭാഗത്തേക്ക് തിരിക്കണം എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ് നമസ്കരിക്കുമ്പോൾ. ഐ ഫീ ബർരിൻ ഔ ജൗവിൻ ഔ ബഹരിൻ ഔ മശ്രിഖിൻ ഔ മഗ്രിബിൻ, എവിടെയായിരുന്നാലും എന്ന് പറഞ്ഞാൽ കരയിലാണെങ്കിലും അല്ലെങ്കിൽ ആകാശത്താണെങ്കിലും സമുദ്രത്തിലാണെങ്കിലും കിഴക്കാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് ചെയ്യണം, കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കണം എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇല്ലൽ ആജിസ് അൻ ഇസ്തിഖ്ബാലിൽ കഅബ, എന്നാൽ കഅബയിലേക്ക് തിരിയാൻ അശക്തനായ ചില ആൾക്കാരുണ്ടാവും, അവരൊഴികെ. ആജിസാണ്, അശക്തനാണ്, ദുർബലനാണ്, അവന് കഅബയിലേക്ക് തിരിയാനുള്ള സാഹചര്യങ്ങളില്ല, ഏതെങ്കിലും തടസ്സങ്ങളുണ്ട്. ഏതുപോലെ കൽ മർബൂത്തി അവിൽ മസ്ലൂബ്, ഒരാളെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ലിഗൈരിൽ ഖിബ്ല, ഖിബ്ലയല്ലാത്ത ദിക്കിലേക്ക്, ഖിബ്ലയല്ലാത്തൊരു വശത്തേക്ക് അവനെ കെട്ടിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവനെ കുരിശിലേറ്റിയിരിക്കുകയാണ്. ഇദാ കാന മൂസഖൻ ലാ യഖ്ദിറു അലൈഹി, അവനാകട്ടെ തടവുകാരനാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവനാണ്, അവനാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കൂല,
അവന്റെ ദിക്കിൽ നിന്നും തെറ്റാൻ സാധിക്കുകയില്ല. ഫഇന്നഹു യുസല്ലി ഹസ്ബ ഇസ്തിത്വാഅതിഹി, അപ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്യണം? അവന് കഴിയുന്നത് എങ്ങനെയാണോ അപ്രകാരം തന്നെ നമസ്കരിക്കണം. വലൗ ലം യസ്തഖ്ബിൽ അൽ ഖിബ്ല, ഖിബ്ലക്ക് തിരിഞ്ഞിട്ടില്ല എങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ അതൊരു തടസ്സമാണ്. അവനക്ക് ഖിബ്ലയിലേക്ക് തിരിയാനുള്ള സാഹചര്യമില്ല, അതിനവൻ അശക്തനാണ് എങ്കിൽ ഖിബ്ലയിലേക്ക് തിരിയാതെ തന്നെ നമസ്കരിക്കുക എന്നുള്ളത് എന്താണ്? അനുവദനീയമാണ്. ലിഅന്ന ഹാദ ശർത യസ്ഖുതു അൻഹു ലിൽഅജ്സി ബിഇജ്മാഇ അഹ്ലിൽ ഇൽമ്, കാരണം ഈ പറയുന്ന നിബന്ധന അശക്തി, കഴിവില്ലായ്മ എന്നുള്ള കാരണം കൊണ്ട് അവനക്ക് എന്ത് ചെയ്തു? വീണുപോയി. അത് ആ ഒരു നിബന്ധന പാലിക്കപ്പെടേണ്ടതില്ല. ഇത് അഹ്ലുൽ ഇൽമ് ഉലമാക്കളുടെ അടുക്കൽ ഏകോപിച്ച അഭിപ്രായമാണ്. അവൻ എങ്ങനെ നമസ്കരിച്ചാലും മതിയാകും. ഇനി എന്താണ്, നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഖിബ്ലയിലേക്ക് അല്ലാതെ നമസ്കരിച്ച നമസ്കാരങ്ങളെല്ലാം തിരികെ നമസ്കരിക്കുകയും ചെയ്യേണ്ടതില്ല. അവൻ നമസ്കരിച്ച നമസ്കാരം എന്താകും? അവന് മതിയാകും എന്നുള്ളതാണ്. വകദാ ഫി ഹാലി ഇഷ്തിദാദിൽ ഹർബ്, അതേപോലെ തന്നെയാണ് യുദ്ധം ശക്തമായ സന്ദർഭങ്ങളിൽ. വൽഹാരിബു മിൻ സൈലിൻ ഔ നാരിൻ ഔ സബുഇൻ ഔ അദുവിൻ, അതല്ലെങ്കിൽ ഒരാൾ പേടിച്ച് ഓടുകയാണ്. ചിലപ്പോ മലവെള്ളപ്പാച്ചിൽ വരുന്നു, അവൻ ഓടുന്നു. അതല്ലെങ്കിൽ ഔനാരിൻ, തീ കത്തിപ്പടർന്നു വരികയാണ്, അപ്പോൾ നമസ്കാരത്തിൽ അവൻ ഓടുന്നു. അല്ലെങ്കിൽ ഔ സബുഇൻ, കാട്ടുമൃഗങ്ങൾ ആക്രമിക്കാൻ വരുന്ന സാഹചര്യം. അല്ലെങ്കിൽ ഔ അദുവിൻ, അല്ലെങ്കിൽ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നു. ഇതുപോലുള്ളതായ സാഹചര്യങ്ങളിലും. വൽ മരീദുല്ലദീ ലാ യസ്തതീഉ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, അതേപോലെ ഒരാൾ ഒരു രോഗിയാണ്, അവൻ കിടക്കുകയാണ്, ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാനുള്ള സാഹചര്യം അവനില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഫകുല്ലു ഹൗലാ യുസല്ലൂന അലാ ഹസ്ബി ഹാലിഹിം, അപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം അവരുടെ അവസ്ഥ എന്താണോ ആ അവസ്ഥകൾക്കനുസരിച്ച് എന്ത് ചെയ്യാം? നമസ്കരിക്കാവുന്നതാണ്. വലൗ ഇലാ ഗൈരിൽ ഖിബ്ല, അത് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ടല്ല എങ്കിലും നമസ്കാരം നിർവഹിക്കാം. വതസ്ഹിഹു സ്വലാത്തുഹും, അവരുടെ നമസ്കാരം സഹീഹാകും. ലിഅന്നഹു ഷർത്തുൻ ഉജിസ അൻഹു, കാരണം ഈ നിബന്ധന അതിനെ തൊട്ട് അവൻ എന്തിരിക്കുകയാണ്? അശക്തനാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫസഖത്ത്, അതെന്തായി മാറി? അതാണ് അതിന്റെ ഖായിദ, തത്വം. അങ്ങനെയാണ്. സാധിക്കാത്ത കാര്യം എന്ത് ചെയ്യുന്നില്ല? ഒരു മനുഷ്യനോട് കീർത്തിക്കപ്പെടുന്നില്ല, നിർബന്ധിക്കപ്പെടുന്നില്ല. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ അല്ലാഹുവിനെ കഴിവിന്റെ പരമാവധിയാണ് എന്ത് ചെയ്യേണ്ടത്? സൂക്ഷിക്കേണ്ടത്. അല്ലാഹുവിന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല? നിർവഹിക്കേണ്ടതില്ല. എല്ലാ വിഷയങ്ങളിലും അങ്ങനെയാണ്. നിൽക്കാൻ കഴിവുള്ളവനാണ് ഫർദ് നമസ്കാരങ്ങളിൽ നിൽക്കേണ്ടത്. കഴിയില്ലാത്തവൻ എന്ത് ചെയ്യാം? ഇരിക്കാം, അല്ലെങ്കിൽ കിടക്കാം. അതേപോലെ തന്നെ വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ അമർതുകും ബിഅംരിൻ ഫഅതു മിൻഹു മസ്തതഅതും, ഒരു കാര്യം നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് അത് പൂർണ്ണമായി നിങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. കഴിയുന്നത് അങ്ങനെ തന്നെ ചെയ്യണം. ഇതാണ്. ഇത് കൽപ്പനയുടെ കാര്യത്തിലാണ്, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളില്ല. ഉപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം? അവൻ ഉപേക്ഷിക്കണം. കാരണം അതിന് അവനെന്തില്ല? ചെലവില്ല, ആരോഗ്യം ആവശ്യമില്ല, അല്ലെങ്കിൽ സമ്പത്ത് ആവശ്യമില്ല, സമയം ആവശ്യമില്ല. ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എന്ത്? എളുപ്പമുള്ള കാര്യം. അത് പൂർണ്ണമായിട്ടും അവൻ ചെയ്യണം. എന്നാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കഴിവിന്റെ തോതനുസരിച്ചാണ് എന്ത് ചെയ്യുക? നിർവഹിക്കുക. വവറദ ഫിൽ ഹദീസി അൽ മുത്തഫഖ് അലൈഹി, മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്, അന്നഹും ഇൻദ ഇഷ്തിദാദിൽ ഖൗഫി യുസല്ലൂന മുസ്തഖ്ബിലി അൽ ഖിബ്ല വഗൈറ മുസ്തഖ്ബിലിഹ, യുദ്ധം അല്ലെങ്കിൽ ഭയം ശക്തമാകുന്നതായ സന്ദർഭത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? സഹാബികൾ അവർ ഖിബ്ലയ്ക്ക് മുന്നിട്ടുകൊണ്ടും മുന്നിടാതെയും എന്ത് ചെയ്യുമായിരുന്നു? നമസ്കരിക്കുമായിരുന്നു. അപ്പോൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞിട്ടും എന്ത് ചെയ്യാം? ആ സമയത്ത് നമസ്കരിക്കാവുന്നതാണ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാലാണത്. തുടങ്ങുന്നതിന് മുമ്പ് പേടിയുടെ നമസ്കാരമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ശേഷം വരും. അത് പ്രത്യേക അധ്യായം തന്നെയാണ് നമസ്കാരത്തിൽ. പേടിയുള്ള സമയങ്ങളിലുള്ള നമസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് വിശാലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ശേഷം പറയുന്നുണ്ട്. എന്നാൽ യുദ്ധം തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്യാം? പിന്നെ അവനക്ക് നടക്കുകയോ ഓടുകയോ ചാടുകയോ ഏത് സമയവും എങ്ങനെ എന്ത് ചെയ്യാം? നമസ്കരിക്കാം. ഇനി വയുസ്തദല്ലു അലൽ ഖിബ്ലതി ബിഅശ്യാഅ കസീറ മിൻഹ, എങ്ങനെയാണ് ഖിബ്ല കണ്ടെത്തുക? ഖിബ്ല ഇന്നതാണെന്ന് തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ദലീലുകൾ, അതിനുള്ള മാർഗങ്ങൾ എന്താണ്? ഒന്ന് അൽ ഇഖ്ബാർ, ഒരാൾ പറഞ്ഞു തരലാണ്. ഫൈദ അഖ്ബറഹു ബിൽ ഖിബ്ലതി മുകല്ലഫുൻ സിഖത്തുൻ അദലുൻ, പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഒരു മുസ്ലിമായ വിശ്വസ്തനായ നീതിമാനായ ഒരാൾ പറയുകയാണ്, ഇന്ന ഭാഗത്താണ് ഖിബ്ല
എന്ന് പറഞ്ഞാൽ ആമില ബി ഖബരി, അവൻ പറഞ്ഞിരിക്കുന്ന ആ വാർത്ത അനുസരിച്ച് എന്ത് ചെയ്യാം? നമസ്കരിക്കാം. ഇദാ കാനൽ മുഖ്ബിറു മുതയഖിനൻ അൽ ഖിബ്ല, ഈ പറഞ്ഞ വാർത്ത പറഞ്ഞ ആള് അവൻ ഇന്നതാണ് ഖിബ്ല എന്ന് അവനക്ക് ഉറപ്പുണ്ട്, അങ്ങനെയുള്ള ഒരാളാണ് പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്യാം? അവന്റെ ആ വാർത്ത, അവന്റെ സംസാരം കൊണ്ട് അവൻ അങ്ങനെ അറിയിച്ചു തരുന്നത് മുഖേന നമുക്ക് എന്ത് ചെയ്യാം? അത് ഖിബ്ലയായിട്ട് പരിഗണിച്ച് നമസ്കരിക്കാം. അതേപോലെ വകദാ ഇദാ വജദ മഹാരീബ ഇസ്ലാമിയ്യ, അതേപോലെ അവൻ എന്ത് ചെയ്യുന്നു? അവിടെ മിഹ്റാബുകൾ കാണുന്നുണ്ട്. മുസ്ലിമീങ്ങൾ സാധാരണ ഖിബ്ലയായി നിശ്ചയിച്ചിരിക്കുന്ന മിഹ്റാബുകൾ കാണുന്നുണ്ട്, നമസ്കരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന മിഹ്റാബുകൾ. അത് സാധാരണ കഅബക്ക് അഭിമുഖമായിട്ട് അവിടേക്ക് തിരിയുന്ന നിലയിലാണ് എന്ത് ചെയ്തിരിക്കുക? അത് തയ്യാർ ചെയ്തിരിക്കുക. അങ്ങനെയുള്ള മിഹ്റാബുകൾ അവൻ കാണുന്നുണ്ട് എങ്കിൽ അമൽ ബിഹ, അതുകൊണ്ട് എന്ത് ചെയ്യണം? അവൻ അമൽ ചെയ്യണം. വസ്തദല്ല ബിഹ അലൽ ഖിബ്ല, അങ്ങനെ അത് ഖിബ്ലയായിട്ട് എന്ത് ചെയ്യണം? അവൻ അതുകൊണ്ട് തെളിവ് പിടിക്കണം. ലിഅന്ന ദവാമ തവജ്ജുഹി ഇലാ ജിഹതി തിൽകൽ മഹാരിബ് യദുല്ലു അലാ സിഹത്തി ഇത്തിജാഹിഹ, കാരണം അങ്ങനെ നിരന്തരം ഒരു സമൂഹം ഒരു മിഹ്റാബ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ തിരിഞ്ഞ് നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ അത് ആണ് ശരിയായ ദിശ എന്നുള്ളതിലേക്കുള്ള സൂചന ആണ്. വകദാലിക യുസ്തദല്ലു അലൽ ഖിബ്ലത്തി ബിന്നുജൂം, അതേ പ്രകാരം തന്നെ നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഖിബ്ലയെ തിരിച്ചറിയുമായിരുന്നു. പഴയകാലത്തെല്ലാം ആ രീതിയിലാണ് ദിശ തിരിച്ചറിഞ്ഞിരുന്നത്. കപ്പലിലൂടെയും മരുഭൂമിയിലൂടെയും എല്ലാം സഞ്ചരിക്കുന്ന ആളുകൾ ദിശ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓരോ നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? വീക്ഷിക്കുമായിരുന്നു. വബിന്നജ്മി ഹും യഹ്തദൂൻ, അള്ളാഹു പറഞ്ഞതുപോലെ അവർ നക്ഷത്രങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? വഴി മനസ്സിലാക്കിയെടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അത് മുഖേനയും എന്ത് ചെയ്യാൻ സാധിക്കും? ഖിബ്ല കണ്ടെത്താനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ആധുനികമായിട്ട് വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങളുണ്ട്, കഅബ ഏത് ദിശയിലാണ് നിലകൊള്ളുന്നത് എന്നറിയാൻ. അങ്ങനെയുള്ള വിശ്വസ്തമായ സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യാം? അവലംബിക്കാം. ഇനി അഷർത്തുൽ ഖാമിസു അന്നിയ്യ, അഞ്ചാമത്തേത് നിബന്ധന നിയ്യത്താണ്. നിയ്യത്തുണ്ടായിരിക്കണമെന്നുള്ളതാണ്. വമിൻ ഷുറൂത്തി സ്വലാത്തി അന്നിയ്യ, നമസ്കാരത്തിന്റെ നിബന്ധനകളിൽ പെട്ടതാണ് നിയ്യത്ത് വേണം എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്തുമാണ്, എല്ലാ ഇബാദാത്തുകൾക്കും ബാധകമാണിത്. ഈ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഖിബ്ലയ്ക്ക് മുന്നിടല്, അതുപോലുള്ള കാര്യങ്ങൾ എല്ലാ ഇബാദാത്തുകൾക്കും എന്തല്ല നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഖിബ്ലയ്ക്ക് തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് ദുആ ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ള ഇബാദാത്തുകൾ നോമ്പെടുത്തിട്ട് ഖിബ്ലയ്ക്ക് തന്നെ തിരിഞ്ഞിരിക്കണം എന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ള നജസ് ശരീരത്തിൽ വന്നു എന്നുള്ളതുകൊണ്ട് നോമ്പിന് പ്രയാസമൊന്നുമില്ല. എന്നാൽ നിയ്യത്ത് എല്ലാ ഇബാദാത്തുകൾക്കും ബാധകമാണ്. ഏത് ഇബാദത്തും സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. വഹിയ ലുഗതൻ അൽ ഖസ്ദു, ഭാഷയിൽ അന്നിയ്യ എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദു ഉദ്ദേശമാണ്, ഉദ്ദേശിക്കുക, ലക്ഷ്യം വയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഷാർത്ഥം. ശരീഅത്തിന്റെ ഭാഷയിൽ നിയ്യത്ത് എന്ന് എന്താണ്? എന്തിനാണ് ശറഇന്റെ ഭാഷയിൽ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും മറ്റുമെല്ലാം ഉലമാക്കൾ എന്തിനെയാണ് നിയ്യത്ത് എന്ന് പറയുക? അത് അൽ അസ്മു അലാ ഫിഅലിൽ ഇബാദ തഖർറുബൻ ഇലല്ലാഹി തആല, ഒരു പ്രവൃത്തി, ഒരു ഇബാദത്ത് പ്രവർത്തിക്കുന്നു എന്ന് ഉറച്ച തീരുമാനമെടുക്കലാണ്. അള്ളാഹുവിന് അർപ്പിക്കുന്നതായിരുന്നില്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇബാദത്ത് ചെയ്യുന്നു എന്നെന്ത് ചെയ്യുന്നു? ഉറച്ച തീരുമാനമെടുക്കുന്നതിനാണ് എന്തെന്ന് പറയുക? നിയ്യത്ത് എന്ന് പറയുക. വമഹല്ലുഹ അൽ ഖൽബ്, അതിന്റെ സ്ഥാനം എന്താണ്? ഹൃദയമാണ്. ഹൃദയത്തിലാണ് നിയ്യത്ത് ഉണ്ടാകേണ്ടത്. ഫലാ യഹ്താജു ഇല തലഫുദി ബിഹാ, അത് മൊഴിയുക എന്നുള്ളതിലേക്ക് അവൻ ആവശ്യക്കാരനല്ല. നിയ്യത്ത് എന്ത് ചെയ്യേണ്ടതില്ല? നാവ് കൊണ്ട് പറയേണ്ടതില്ല, ചൊല്ലി പറയേണ്ടതില്ല. ബൽ ഹുവ ബിദ്അ, എന്നല്ല അത് ബിദ്അത്തുമാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്തതാണ്. സ്വഹാബികളോ മറ്റൊന്നും ചെയ്തിട്ടില്ല. നിയ്യത്ത് നാവ് കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടില്ല. ലം യഫഅൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലാ അസ്ഹാബുഹു, നബിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളോ എന്ത് ചെയ്തിട്ടില്ല? നിയ്യത്ത് നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. ഫയൻവി ബിഖൽബിഹി അസ്സലാത്ത അല്ലതി യുരീദുഹ, ഏത് നമസ്കാരമാണോ അവൻ ഉദ്ദേശിക്കുന്നത് അതിന് ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? കരുതണം, ഞാൻ ഇന്നതാണ് നമസ്കരിക്കാൻ പോകുന്നത് എന്ന്. ഖൽബുഹി വൽ അസ്രി, ദുഹറാണെങ്കിൽ ദുഹർ, അസ്റാണെങ്കിൽ അസ്റ. അങ്ങനെ ലി ഹദീസ് ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്നുള്ള ഹദീസും ഇതിനുള്ള ആധാരമാണ്. അമലുകളുടെ സ്വീകാര്യത നിയ്യത്തുകളെ പരിഗണിച്ചിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. വയൻവി മഅ തക്ബീറത്തിൽ ഇഹ്റാം, അപ്പോൾ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അതിനുള്ളതായ നിയ്യത്ത് ചെയ്യേണ്ടത്? സാധാരണ ഏത് ഇബാദാത്തുകളും അതിന്റെ നിയ്യത്ത്
ആ കർമ്മത്തോട് ചേർന്നുകൊണ്ടാണ് ഉണ്ടാകൽ വേണ്ടത്. നോമ്പിന് ഒഴികെ. നോമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഫദ്ർ സാദിഖ് സുബഹിന്റെ ബാങ്കിനോടനുബന്ധിച്ചാണ്. എന്നാൽ എന്ത് ചെയ്യാം? രാത്രിയിൽ ഏത് സമയത്തും എന്ത് ചെയ്യാം? നെയ്യത്താകാം, കുഴപ്പമില്ല. എന്നാൽ മറ്റുള്ള ഇബാദാത്തുകൾ അത് ആരംഭിക്കുന്നതിനോട് അനുബന്ധിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? നെയ്യത്ത് കരുതേണ്ടത്. വയൻവി മാ തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെയാണ് എന്ത് ചെയ്യുക? നെയ്യത്ത് കരുതുക. ലിതകൂന നിയ്യത്തു മുഖാരിനതൻ ലിൽ ഇബാദ, നിയ്യത്ത് ആ ഇബാദത്തിനോട് ചേർന്ന് വരാൻ വേണ്ടിയിട്ട്. വൈൻ തഖദ്ദമത് ബിസമനിൻ യസീരിൻ ഫിൽ വഖ്തി ഫലാ ബഅസ്, എന്നാൽ കുറച്ച് സമയത്ത് നേരത്തെ എന്ത് ചെയ്തു? നിയ്യത്ത് ചെയ്തു എന്നുള്ളത് കൊണ്ടൊന്നില്ല, കുഴപ്പമില്ല. അതിനോട് ചേർത്ത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും? ചില വസ്വാസുകൾ ഉണ്ടാകും. അതിന്റെ ആവശ്യമില്ല. കുറച്ച് നേരത്തെ ആണെങ്കിലും ഒന്നില്ല, കുഴപ്പമില്ല എന്നർത്ഥം. വയുഷ്തറത്തു അൻ തസ്തമിറ നിയ്യത്തു ഫി ജമീഇ സ്വലാ, നിയ്യത്ത് അവന്റെ നമസ്കാരത്തിലുടനീളം ആവശ്യമാണ്, നിലനിൽക്കണം. ഫൈൻ ഖതഅഹാ അസ്നാ അസ്സലാത്തി ബതലത്തി സ്വലാ, നമസ്കാരത്തിന്റെ ഇടയിൽ വെച്ച് അവൻ അതിനെ മുറിച്ചു കളഞ്ഞു, നമസ്കാരം അവിടെ ഉപേക്ഷിക്കുകയാണ് എന്നവൻ നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ നമസ്കാരം എന്താവും? ബാത്തിലാകും. നമസ്കാരത്തിന്റെ ഒടുവിൽ വരെ എന്ത് ചെയ്യാം? ആ നിയ്യത്ത് നിലനിൽക്കണം. വയജൂസു ലിമൻ അഹറമ ഫീ സ്വലാത്തി ഫരീദത്തിൻ, ഇനി മറ്റൊരു മസാല പറയാണ് മുസന്നിഫ്. ഒരാള് ഫർള് നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്തു, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നമസ്കാരം തുടങ്ങി. വഹുവ മഅ്മൂമുൻ ഔ മുൻഫരിദുൻ, അവൻ മഅ്മൂമാകട്ടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനാകട്ടെ. അൻ യഖ്ലിബ സ്വലാതഹു നാഫിലതൻ, അവന്റെ ആ നമസ്കാരത്തെ നഫ്ൽ നമസ്കാരമായി ആ നിയ്യത്ത് മാറ്റുക എന്നുള്ളത് അനുവദനീയമാണ്. ഒരാളിപ്പോൾ ഇവിടെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, പള്ളിയിലേക്ക് വന്നു, പള്ളിയിൽ വന്നപ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ നമസ്കാരം അവൻ നിർവഹിച്ചിട്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? 3-4 ആളുകൾ വന്നിട്ട് വേറൊരു ജമാഅത്ത് തുടങ്ങുകയാണ് നമസ്കാരത്തിന്റെ. അങ്ങനെയാണ് എങ്കിൽ അവനക്ക് എന്ത് ചെയ്യാം? അവരുടെ ഇടയ്ക്കിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ഈ നിയ്യത്ത് ഇവന്റെ ഫർളിനെ എന്താക്കാം? സുന്നത്താക്കാം. എന്നിട്ട് വേണമെങ്കിൽ തീരാറാണെങ്കിൽ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാം? അതിനെ 2 റക്അത്ത് പൂർത്തിയാക്കി ഇവരുടെ കൂടെ ചേരാൻ. അങ്ങനെ ചെയ്യുന്നതിനെന്തില്ല, കുഴപ്പമില്ല. അപ്പൊ ഫർദ് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഒരാൾക്ക് അതിന്റെ നിയ്യത്ത് എന്താക്കി മാറ്റുന്നതിന് കുഴപ്പമില്ല. അയ്യഖ്ലിബ സ്വലാതഹു നാഫിലതൻ, അത് നഫ്ൽ നമസ്കാരമായിട്ട് മറിക്കുന്നതിന് എന്തില്ല, കുഴപ്പമില്ല. ഇദാ കാന ദാലിക ലിഗറദിൻ സ്വഹീഹിൻ, ശരിയായ ഒരു കാരണത്തിന് വേണ്ടിയിട്ട്. ഏതുപോലെ? മിസ്ലു അയ്യുഹരിമ മുൻഫരിദൻ, ഒരാൾ ഒറ്റക്കാണ് എന്ത് ചെയ്തത്? നമസ്കാരം തുടങ്ങിയത്. ഫയുരീദു സ്വലാത്ത മഅൽ ജമാ, അപ്പൊ നോക്കുമ്പോൾ ഒരു ജമാഅത്തിനുള്ള സാധ്യത കണ്ടു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അവന്റെ ആ ഒറ്റക്കോൾ നമസ്കരിക്കുന്ന നമസ്കാരത്തെ അതിനെന്താക്കി മാറ്റാം? നഫലാക്കി നമസ്കരിച്ചിട്ട് ജമാഅത്തിന് കൂടെ എന്ത് ചെയ്യാം? ഫർദ് നമസ്കാരം നിർവഹിക്കാം. വഅലം, നീ അറിയണം, അന്ന ബഅദൻ നാസി ഖദ് അഹദസൂ ഫി നിയ്യ, ചില ആളുകൾ നിയ്യത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഖദ് അഹദസൂ ഫി നിയ്യത്തി ബിദ്അ, നിയ്യത്തിന്റെ കാര്യത്തിൽ ചില ബിദ്അത്തുകൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടാക്കിയിട്ടുണ്ട്. തശദ്ദുദൻ, അതേപോലെ വളരെ കർക്കശമായ ചില കാര്യങ്ങൾ, ചില തീവ്രമായ നിലപാടുകൾ ചില ആൾക്കാർ ചെയ്തിട്ടുണ്ട്. മാ അൻസലല്ലാഹു ബിഹിമാ മിൻ സുൽത്താൻ, ഇങ്ങനെ കർക്കശം കാണിക്കുന്നതിനും അതേപോലെ തന്നെ ഈ പറയുന്ന നെയ്യത്തിലുള്ളതായ ബിദ്അത്തിനും ഒന്നും എന്തില്ല, ഒരു തെളിവുമില്ല. അള്ളാഹു ഒരു തെളിവും അതിനിറക്കിയിട്ടില്ല. വദാലിക ബി അൻ യഖൂല അഹദുഹും, ഏതാണിത്? അവരിൽ ഒരാൾ പറയുന്നു, നവൈതു അൻ ഉസല്ലി ഫർള കദാ അദദ കദാ മിൻ അർറകഅാതി അദാഅൻ ലില്ലാഹി ഖൽഫ ഹാദൽ ഇമാം, ഞാൻ ഇന്ന നമസ്കാരം, ഇന്ന ഫർള് നമസ്കാരം, ഇത്ര റകഅത്ത് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇന്ന ഇമാമിന് പിന്നില് അല്ലെങ്കിൽ ഇമാമിന് പിന്നില് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? പറയുക എന്നുള്ളത് അത് തശദ്ദുദാണ്, ദീനിൽ അതിരുകവിച്ചലാണത്, കാർക്കശ്യം കാണിക്കലാണ്, ബിദ്അത്താണ്. വനഹ്വ ദാലിക മിനൽ അൽഫാദ്, ഇതുപോലുള്ളതായ പദങ്ങൾ. വഹാദാ ഷൈഉൻ ലം യഫഅലുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? തീർച്ചയായും റിപ്പോർട്ട് ചെയ്യപ്പെടുമായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം വളരെ കൃത്യമായിട്ട് അധ്യാവസാനം ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ പതിയെ പറയുന്ന കാര്യങ്ങളും ഉറക്കെ പറയുന്ന കാര്യങ്ങളും എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വഹാബികൾ. അപ്പോ ഇങ്ങനെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുമായിരുന്നു, നബി പഠിപ്പിക്കുമായിരുന്നു. ഫലം യുൻഖൽ അൻഹു അന്നഹു തലഫള ബിന്നിയ്യ ലാ സിർറൻ വലാ ജഹ്റൻ,
വല അമറ ബിദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായോ അല്ലെങ്കിൽ ഉറക്കയോ ഇങ്ങനെ നെയ്യത്തിനെ ഉച്ചരിച്ചു എന്നുള്ളത് നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വല അമറ ബിദാലിക്, അങ്ങനെ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, കൽപ്പിച്ചിട്ടുമില്ല. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, അൽ ജഹ്റു ബിൻ നിയ്യത്തി ലാ യജിബു വലാ യുസ്തഹബ്ബു. നിയ്യത്ത് ഉറക്കെ പറയുക എന്നുള്ളത് അല്ലെങ്കിൽ അത് നാവ് കൊണ്ട് പറയുക എന്നുള്ളത് അത് നിർബന്ധവുമല്ല, മുസ്തഹബുമല്ല, സുന്നത്തുമല്ല. ബിത്തിഫാഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഏകോപിച്ചിരിക്കുന്ന കാര്യമാണത്. ബലിൽ ജാഹിറു ബിൻ നിയ്യത്തി മുബ്തദിഉൻ മുഖാലിഫുൻ ലിശ്ശരീഅ. എന്നല്ല, നിയ്യത്ത് അങ്ങനെ ഉറക്കയാക്കുന്നത് എന്നവൻ മുബ്തദി ആണ്, ബിദ്അത്ത് ചെയ്യുന്നവനാണ്, ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അവൻ ചെയ്യുന്നത്. ഇദാ ഫഅല ദാലിക മുഅതഖിദൻ അന്നഹു മിന ശർഇ ഫഹുവ ജാഹിലുൻ ളാലുൻ. ഒരാൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇത് ആണ് ശർഅ, ഇതാണ് നിയമം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാടില്ല. അവൻ എന്താണ്, അത് മുബ്തദിഅകൾ ചെയ്യുന്നതാണ്, മുഖാലിഫാണ്, അവൻ സുന്നത്തിന് വിരുദ്ധമാണ് അവൻ ചെയ്യുന്നത്. ഫഹുവ ജാഹിലുൻ ളാലുൻ, അവൻ അറിവില്ലാത്തവനും വഴി പിഴച്ചവനുമാണ്, തെറ്റിയവനുമാണ്. യസ്തഹഖു തഅസീറ വൽ ഉഖൂബത അലാ ദാലിക്. അവന് അവിടെ ഭരണാധികാരി ഉണ്ട് എങ്കിൽ അവൻ താസീർ ചെയ്യണം. താസീർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം, ഉഖൂബത്ത് വേണം. താസീർ എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ വിധിച്ചിരിക്കുന്ന, ശറഅ തന്നെ പറഞ്ഞിരിക്കുന്ന ശിക്ഷാ നിയമങ്ങളുണ്ട്. കട്ടവന്റെ കൈ മുറിക്കുക, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലുക, അല്ലെങ്കിൽ വ്യഭിചാരാരോപണം നടത്തിയവനെ അടിക്കുക, ഇതുപോലുള്ള നിയമങ്ങൾ. അങ്ങനെയല്ലാത്ത, അങ്ങനെ പറയപ്പെടാത്തതായ ചില കുറ്റങ്ങൾ, ആ കുറ്റങ്ങൾക്ക് ഭരണകൂടം എന്ത് ചെയ്യുന്നു, അവരെ കണ്ടെത്തുന്ന, അവരെ ഉചിതമായി മനസ്സിലാക്കി ചെയ്യുന്ന ശിക്ഷാ നടപടികൾ, അതിനാണ് താസീർ എന്ന് പറയുക, താക്കീത് ചെയ്യുക. ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ മുട്ടയടിച്ചു, തലമുണ്ടനം ചെയ്യും. അതേപോലെ തന്നെ വസ്ത്രം, മേൽവസ്ത്രം ഊരിയിട്ട് എന്ത് ചെയ്യും, തെരുവിലൂടെ നടത്തിക്കും. അങ്ങനെയൊക്കെ പല എന്തുണ്ട് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നത് കാണാം ചില നാടുകളിൽ, അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുക, ഇതുപോലുള്ളതായ കാര്യങ്ങൾ. അപ്പൊ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇത് അസ്വറ അലാ ദാലിക ബഅദ തഅരീഫി വൽ ബയാനി ലഹു. അതിനവനക്ക് പഠിപ്പിച്ചു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു, എന്നിട്ട് അവൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ, ലാ സിയ്യമ ഇദാ ആദാ മൻ ഇലാ ജാനിബിഹി ബിറഫഇ സൗതി. പ്രത്യേകിച്ചും ഇവനിങ്ങനെ ഉറക്കെ പറയുമ്പോൾ അത് മുഖേന മറ്റുള്ളവർക്കും പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും വലിയ പ്രയാസം. എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഉറക്കം എന്ത് ചെയ്യും, ഇങ്ങനെ ആവർത്തിച്ച് പിന്നെ ഇത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, കഠിനമായ പരിശ്രമം നടത്തും. അപ്പോൾ ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കും അത് പ്രയാസമായി മാറും. ഔ ഖററ ദാലിക മററതൻ ബഅദ മററ ഫഇന്നഹു യസ്തഹിഖു തഅസീറ അൽ ബലീഗ അലാ ദാലിക. ഇനി അവൻ ഇങ്ങനെ ആവർത്തിച്ച് വിശ്വാസം ഉള്ളതുപോലെ ചെയ്യുകയാണ് എങ്കിൽ അതെന്താണ്, അവന് ഈ പറയുന്ന താക്കീത് നൽകപ്പെടാൻ, എന്താണ്, ശക്തമായ താക്കീത് നൽകപ്പെടാൻ അർഹനായവനാണ് അവൻ. ഇലാ അൻ ഖാൽ, എന്നിട്ട് വീണ്ടും ശൈഖുൽ ഇസ്ലാം പറയുകയാണ്, വബഅദുൽ മുതഅഖിരീൻ, ചില പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ, ഖറജ വജ്ഹൻ ഫീ മദ്ഹബ് ശാഫിഈ ബിവുജൂബി ദാലിക്. ഷാഫിഈ മദ്ഹബിൽ ഇത് വാജിബാണ് എന്നുള്ളതിന് ചില വജ്ഹുകൾ കണ്ടെത്തി, ചില ന്യായങ്ങൾ കണ്ടെത്തി. വഗല്ലതഹു ജമാഅീറു അസ്ഹാബി ഷാഫിഈ. ഷാഫിഈ ഉലമാക്കളിലെ ബഹുഭൂരിപക്ഷം ആളുകളും അതിനെ തെറ്റിദ്ധരിച്ചതാണ്. ഷാഫിഈ ഇമാമിന്റെ വാദമല്ല അത്. അദ്ദേഹത്തെ എന്ത് ചെയ്തതാണ്, അസ്ഹാബു ഷാഫിഈ, ഷാഫിഈ മദ്ഹബിലെ പല പണ്ഡിതന്മാരും തെറ്റിദ്ധരിച്ചതാണത്. വഖാന ഗലതുഹു അന്ന ഷാഫിഈ ഖാല അനി സ്വലാ. ഷാഫിഈ റഹ്മഹുല്ലാഹ് നമസ്കാരത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞതാണ് അവർ തെറ്റിദ്ധരിച്ചത്. എന്താണ് പറഞ്ഞത്, ലാ ബുദ്ദ മിനൻ നുത്ഖി ഫി അവ്വലിഹാ. അതിന്റെ ആരംഭത്തിൽ മൊഴിയുക എന്നുള്ളത്, നാവ് കൊണ്ട് പറയുക എന്നുള്ളത് അനിവാര്യമാണ് എന്ന് ഇമാം ഷാഫിഈ പറഞ്ഞിട്ടുണ്ട്. ഫദന്ന ഹാദാ അൽ ഗാലിതു അന്നഹു അറാദ അൻ-നുത്ഖ ബിൻ-നിയ്യ. ഈ തെറ്റിദ്ധരിച്ച ആൾ വിചാരിച്ചത് എന്താണ്, ഇത് നെയ്യത്ത് മൊഴിയുക എന്നുള്ളതാണ് ഇമാം ഷാഫിഈയുടെ ഉദ്ദേശം എന്നുള്ളത് അവിടെ തെറ്റിദ്ധരിച്ചതാണ്. ഫഗല്ലതഹു അസ്ഹാബു ഷാഫിഈ ജമീഉഹും. ഷാഫിഈ മദ്ഹബിലെ ധാരാളം ആളുകൾ അവർ അതിനെന്ത് ചെയ്തു, തെറ്റിദ്ധരിച്ചു. എന്നാൽ ഷാഫിഈ മദ്ഹബിൽ തന്നെ ചില പ്രബലരായ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. സുയൂത്തിയെ പോലുള്ളതായ ആളുകൾ അത് ബിദ്അത്താണെന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വഖാലു ഇന്നമാ അറാദ അൻ-നുത്ഖ ബിത്തക്ബീരി ലാ ബിന്നിയ്യ. അവർ പറഞ്ഞു എന്താണ്, ഇത് കൊണ്ടുള്ള ഉദ്ദേശം, ഇമാം ഷാഫിഈയുടെ ഉദ്ദേശം എന്താണ്, അത് തക്ബീറാണ്, അല്ലാഹു അക്ബർ എന്ന് നീത പോരാ,
മനസ്സിൽ കരുതിയാൽ പോരാ, അതെന്ത് ചെയ്യേണ്ടതുണ്ട്? നാവ് കൊണ്ട് പറയേണ്ടതുണ്ട്. അതാണ് ഇമാം ഷാഫി ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. വത്തലഫ്ദു ബിന്നിയ്യതി കമാ അന്നഹു ബിദ്അ ഖദ് യദ്ഖുലു ഫി റിയാഇ അയ്ളൻ. ഇത് ബിദ്അത്താണെന്ന് മാത്രമല്ല, ചിലപ്പോൾ അതെന്താവും, അത് റിയായിലേക്കും നയിക്കാൻ ഇടയുണ്ട്. ഇബാദാത്തുകൾ അന്നൽ മത്ലൂബ ഇഖ്ലാസുൽ അമലി ലില്ലാഹി വ ഇഖ്ഫാഉ. കാരണം ഒരു മനുഷ്യനോടുള്ള തേട്ടം അവന്റെ അമലുകൾ, അവന്റെ കർമ്മങ്ങൾ അത് രഹസ്യമാക്കി വയ്ക്കുക, പരമാവധി ഇഖ്ലാസോടെ നിർവഹിക്കുക എന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത്, കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. ഇല്ലാ മാ വറദ ദലീലും ബി ദുഹാരി. എന്നാൽ ഉറക്കെ പറയാൻ പഠിപ്പിക്കപ്പെട്ട ദലീലുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ഉറക്കെ വേണം. അതല്ലാത്ത കാര്യങ്ങൾ എന്താണ് വേണ്ടത്? പതിയെ ചെയ്യുക എന്നുള്ളതാണ്. ഉറക്കെ പറയേണ്ട സാഹചര്യങ്ങളിൽ മാത്രം എന്ത് ചെയ്യാവൂ? ഉറക്കെയാകാവൂ. അതല്ലാത്ത കാര്യങ്ങൾ ഇബാദാത്തുകൾ പതിയെ രഹസ്യമായി ചെയ്യുക എന്നുള്ളതാണ് നിയമമാക്കപ്പെട്ടിരിക്കുന്നത്. ഫല്ലദി യൻബഗി ലിൽ മുസ്ലിമി അൻ യകൂന വഖാഫൻ ഇൻദ ഹുദൂദി ശരീഅ. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശരീഅത്തിന്റെ പരിധികൾക്ക് അടുക്കൽ അവിടെ നിൽക്കുക എന്നുള്ളതാണ് അവന്റെ മേൽ അനിവാര്യമായ കാര്യം. ശരീഅത്ത് എവിടെയാണോ വരച്ചിരിക്കുന്നത് അവിടെ നിൽക്കണം, അതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. ഏത് കാര്യത്തിലും എന്താണോ ഷറ പഠിപ്പിച്ചത് അവിടെ നിൽക്കണം. ആമിലും ബിസ്സുനൻ, സുന്നത്തുകളെ കൊണ്ട് അമൽ ചെയ്യുന്നവനായ നിലയിൽ. താരിഖൻ ലിൽ ബിദ്അ, ബിദ്അത്തുകൾ ഉപേക്ഷിക്കുന്നവനായ നിലയിൽ. മഹ്മാ കാന നൗഉഹ മിമ്മൻ കാന മസ്തറുഹ. അത് ഏത് വിധം ബിദ്അത്തുകളാകട്ടെ, ആര് ചെയ്ത ബിദ്അത്തുകളാകട്ടെ, ആര് എത്ര വലിയ ശൈഖ് ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഇനമാണ് എങ്കിലും ബിദ്അത്തുകൾ എന്ത് ചെയ്യണം? മാറ്റിവെച്ച് സുന്നത്തുകൾ പഠിപ്പിക്കപ്പെട്ടത് പ്രകാരം തന്നെയാണ് അമൽ ചെയ്യേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു തആല യഖൂൽ ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനികും. നബി അവരോട് ചോദിക്കുക, നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങളുടെ ദീൻ പഠിപ്പിക്കുകയാണോ? അല്ലാഹുവാണ് നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരേണ്ടത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അല്ലാഹുവിനെ ദീൻ പഠിപ്പിക്കുകയാണോ എന്നവരോട് ചോദിക്കുക. വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. എല്ലാ വസ്തുക്കളെക്കുറിച്ചും അല്ലാഹു അറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ദീൻ അല്ലാഹുവിനെ പഠിപ്പിക്കുകയാണോ എന്നവരോട് ചോദിക്കുക. ഫല്ലാഹു അഅലമു ബിനിയ്യാതിൽ ഖുലൂബി വ മഖാസിദി. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ നെയ്യാത്തുകൾ, ഉദ്ദേശങ്ങൾ ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. ഫലാ ഹാജത്ത് ഇല തലഫുദി ബിഹാ ഫിസ് സ്വലാത്തി. അപ്പോൾ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഉദ്ദേശം എന്നർത്ഥം. അതെന്ത് ചെയ്യേണ്ടതില്ല? നാവ് കൊണ്ട് പറയേണ്ടതില്ല. ഹൃദയങ്ങൾ അറിയുന്നവനാണ് ആര്? അല്ലാഹു. അപ്പോൾ ഇവന്റെ നമസ്കാരം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് വ്യക്തമായി ആർക്കറിയാം? അല്ലാഹുവിനറിയാം. ഇവൻ ഇനി ഇങ്ങനെ നെയ്യത്ത് പറയുകയാണ്, ഉസല്ലി കഥ കഥ എന്ന് പറഞ്ഞിട്ട് നാവ് കൊണ്ട് പറയാണ്. ഇവന്റെ ഉള്ളിൽ ചിലപ്പോൾ അതിന് വിരുദ്ധമാണെങ്കിൽ അത് അല്ലാഹു അറിയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടായില്ല. പലപ്പോഴും ഇവിടെ ശൈത്വാൻ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഇഖ്ലാസ് എന്നുള്ളത് ശരിക്കും എന്തിനു ശുദ്ധിയാക്കലാണ്? ഹൃദയത്തെ, മനസ്സിന്റെ ഉദ്ദേശങ്ങളെ ശുദ്ധിയാക്കലാണ്. അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചൊല്ലിപ്പറയുന്ന സാഹചര്യങ്ങളിൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? തീർത്തും അശ്രദ്ധനാകുന്നു. എന്നിട്ട് നാവ് കൊണ്ട് പറയുക എന്നുള്ളതിന് എന്ത് ചെയ്യുന്നു? അതിന് വലിയ ശ്രേഷ്ഠത, വലിയ പ്രാധാന്യം കൊടുക്കുന്നു ശൈത്താൻ. എന്നിട്ട് ഹൃദയം ശുദ്ധിയാക്കുക, നല്ല നിയ്യത്തോടെ നമസ്കരിക്കുക, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ബോധത്തോടെ നമസ്കരിക്കുക എന്ന ശരിയായ ഉദ്ദേശം ഇവൻ മറന്നുപോകുന്നു. അത് ശൈത്താൻ മറപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ നിയ്യത്തിന്റെ ലഫ്ളുകൾ കൃത്യമാക്കാൻ വേണ്ടിയിട്ട് ഇവൻ കഠിനമായി പരിശ്രമിക്കുന്നു. അപ്പോൾ ഇത് ശൈത്താൻ ശരിക്കും വിരിച്ചിരിക്കുന്ന ഒരു കെണിയാണ്. അതുകൊണ്ട് ഫലാ ഹാജത്ത് ഇല തലഫുദി ബിഹാ ഫിസ് സ്വലാത്തി വഫീ ജമീഇൽ ഇബാദാത്ത്. നമസ്കാരത്തിലോ മറ്റുള്ള ഇബാദാത്തുകളിലോ ഒന്നും തന്നെ നിയ്യത്തിന് എന്ത് ചെയ്യേണ്ടതില്ല? നാവ് കൊണ്ട് പറയേണ്ടതില്ല. വല്ലാഹു തആല ആലം. അല്ലാഹുവാണ് ഏറ്റവും നല്ല രീതിയിൽ അറിയുന്നവൻ. വഫഖല്ലാഹു അൽ ജമീഅ ലിമാ യുഹിബ്ബുഹു വയർദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹുവിന് ഇഷ്ടമുള്ളതും തൃപ്തിയുമുള്ളതുമായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇതാണ് നമസ്കാരത്തിന്റെ ശുറൂത്തുകളായി മുസന്നിഫ് ഹഫിളഹുല്ലാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതായ 5 ശുറൂത്തുകൾ. നമ്മൾ വേറെ ചില ശുറൂത്തുകൾ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും റിസാലകളിൽ അല്ലേ? നമസ്കാരത്തിന് എത്ര ശുറൂത്തുകളാണെന്നാണ് പഠിച്ചേക്കണേ? 9 ശുറൂത്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മുസ്ലിമായിരിക്കുക, ബുദ്ധിയുള്ളവനായിരിക്കുക, അതേപോലെ പ്രായപൂർത്തിയാവുക, അൽ മുസ്ലിമുൽ ആഖിലുൽ ബാലിഗു 8. അപ്പോൾ മുസ്ലിമ ഇതെല്ലാ ഇബാദത്തുകൾക്കും ബാധകമാണ്.
അതായത് നമസ്കാരം നിർബന്ധമാകാനുള്ള ശുറൂത്തുകൾ. നമസ്കാരം ശരിയാകാനുള്ള ശുറൂത്തുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നമസ്കാരം ഒരാൾക്ക് നിർബന്ധമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ബാലിഗാകണം, അവൻ പ്രായപൂർത്തിയായവനാകണം, എന്നാലേ നിർബന്ധമാകുന്നുള്ളൂ. അത് നിർബന്ധമാകാനുള്ള ശുറൂത്തുകളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ എന്താണ്? മുസ്ലിമായിരിക്കുക, ബുദ്ധിയുള്ളവനായിരിക്കും. ബുദ്ധിയില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? നിർബന്ധമില്ല. അതുപോലെ നമസ്കാരം സ്വഹീഹാകാനുള്ള മറ്റൊരു നിബന്ധനയാണ് മുമയ്യിസാവുക, വകതിരിവുള്ളവനാവുക. വകതിരിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമസ്കരിച്ചാൽ നമസ്കാരം തന്നെ എന്താവില്ല? സ്വീകാര്യമല്ല. അപ്പൊ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ്? എല്ലാ ഇബാദത്തുകൾക്കും ബാധകമായ കാര്യങ്ങളാണ്. അതിനോട് കൂടാതെയാണ് ഈ പറഞ്ഞിരിക്കുന്ന 5 നിബന്ധനകൾ മുസന്നിഫ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത അധ്യായം നമസ്കാരത്തിലേക്ക് നടക്കുന്നതിൻ്റെ മര്യാദകളെ സംബന്ധിച്ചുള്ള അധ്യായമാണ്. അതിനുശേഷം നമസ്കാരത്തിൻ്റെ അർക്കാനുകളും അതിൻ്റെ ഉള്ളിലുള്ളതായ വാജിബാത്തുകൾ, ഇതുപോലുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ.